ഹായ് ഓൾ, വെൽക്കം ടു സൈലം SSC RRB. സോ നിങ്ങൾക്കൊരു സർപ്രൈസുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണ് ആ സർപ്രൈസ്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇവിടെ ആർദ്ര മിസ് കൂടെ. എന്തൊക്കെയാണ് മിസ്സേ നമ്മുടെ സർപ്രൈസുകൾ എന്ന് പറയുന്നത്? മറ്റൊന്നല്ല, SSCയുടെ പുതിയ റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് ക്യൂറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ഫാക്കൽറ്റീസിനോടും ചോദിക്കുകയാണ്, SSCയുടെ പുതിയ ബാച്ച്, CPO എക്സാമിന് വേണ്ടി ബാച്ച് ഉണ്ടോ, MTS എക്സാമിന് വേണ്ടി ബാച്ച് ഉണ്ടോ, CGLന് വേണ്ടി ബാച്ച് ഉണ്ടോ, ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ക്യൂറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, SSC റെഗുലർ ബാച്ച്. അപ്പൊ നമ്മുടെ CGL എക്സാം ഒക്കെ ഇപ്പൊ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി, എന്തൊക്കെ എറേഴ്സ് ആണ് വരുന്നത്, ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെയാണ് ഇനിയുള്ള ഇംപ്രൂവ്മെന്റ് വേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രോപ്പർ മെന്റർഷിപ്പിലൂടെ അടുത്ത വരാൻ പോകുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അല്ലെ, നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ SSCയുടെ പുതിയ ബാച്ചിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. SSC നടത്തുന്ന CGL എക്സാം ആവട്ടെ, CHSL എക്സാം ആവട്ടെ, MTS ആവട്ടെ, CPO ആവട്ടെ, ഇങ്ങനെയുള്ള SSC നടത്തുന്ന SSCയുടെ കീഴിലുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടി ഒരൊറ്റ ബാച്ച്, റെഗുലർ ബാച്ച് എന്നുള്ള രീതിയിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ബാച്ചിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ 500+ hours ഓഫ് ലൈവ് ക്ലാസ്സുകൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി 2 hours പെർ ഡേ എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പെർ ഡേ എന്നുള്ള. അതിപ്പോ നിങ്ങൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന, പാർട്ട് ടൈം ആയിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആസ്പിരന്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ സൗകര്യം നോക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് അതെ ആപ്പില് ലൈവ് കഴിഞ്ഞ് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ വീക്ക്ലി 6 days നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ആരൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ മെന്റേഴ്സ് ആയിട്ട് നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനായിട്ട് ആരൊക്കെയാണുള്ളത്, ഓരോ സബ്ജക്റ്റിനും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നിര തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. അപ്പൊ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എല്ലാവരെയും അറിയുന്നത് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് പരിചയപ്പെടലത്തിന്റെ ഒരു ആവശ്യമില്ല. അത് തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ നയിക്കാനായിട്ട് നമ്മുടെ സ്വന്തം ജെറിൻ സാറുണ്ട്. ജെറിൻ സാറ് നമ്മുടെ മാത്സ് സബ്ജക്റ്റുമായിട്ട് നിങ്ങളെ ഷോർട്ട് കട്ട്സുമായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റുകളുമായിട്ട് നിങ്ങളെ നയിക്കാനായിട്ട്, മാത്സ് സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് ആരുണ്ട്? നമ്മുടെ ജെറിൻ സാറുണ്ട്. ജെറിൻ സാറ് കൂടെ തന്നെ നമ്മുടെ റീസണിങ് സബ്ജക്റ്റിനായിട്ട് നിങ്ങളുടെ സ്വന്തം അരുൺ സാറ് കൂടെ ഉണ്ട്. ദെൻ ജനറൽ അവയർനെസ്, പൊളിറ്റി, ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വിഷ്ണു സജീവൻ സാറുണ്ട്. പിന്നെ നമ്മുടെ ജിയോഗ്രഫി പാർട്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട്, എക്കണോമിക്സ് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അടുത്തേക്കുന്ന നമ്മുടെ സ്വന്തം ആർദ്ര മിസ് ഉണ്ട്. ദെൻ ഇംഗ്ലീഷ്, നമുക്കറിയാം ഇംഗ്ലീഷിന്റെ ഒരു പ്രാധാന്യം ഈ കഴിഞ്ഞ CGL എക്സാമുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഇംഗ്ലീഷിന്റെ ഒരു ലെവല് കൂടി എന്ന് പലരും പറയണ്ടായി. അതെ, സാറിന്റെ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്. സോ ഇംഗ്ലീഷ് അടിപൊളിയാക്കി സെറ്റാക്കി തരാനായിട്ട് നമ്മുടെ അശ്വിൻ സാർ കൂടെ ഉണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നിങ്ങൾക്ക് വലിയൊരു ഫാക്കൽറ്റി പൂൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്സ് എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ച് പണ്ടത്തെ ഹൈസ്കൂൾ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ബാലികേറ മല എന്നുള്ള രീതിയിലാണ് മാത്സിനെ കാണുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി തരാനായിട്ട് ഒരു വലിയ ഫാക്കൽറ്റി പൂൾ വന്നിരിക്കുകയാണ്. ഗോകുൽ സാറുണ്ട്, ഷാനിവ മിസ് ഉണ്ട് മാത്സിലെ കിടലൻ ട്രിക്സുമായിട്ട്, അതുപോലെ തന്നെ അജ്മൽ സാറുണ്ട്. ദെൻ ജനറൽ സയൻസ്, GKയുടെ ഭാഗമായിട്ട് വരുന്ന ജനറൽ സയൻസ്, ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കുന്നതായിരിക്കും. ദെൻ കറണ്ട് അഫെയർസ്, നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാധനം തന്നെയാണ് കറണ്ട് അഫെയർസ്. എന്തൊക്കെയാണ് ചോദിക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ട് കോഴ്സിന്റെ സഹായത്തോടു കൂടി, മിസ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോഡുകളാണ്. കുറെ പേര് കമന്റ് ചെയ്ത് റീസെന്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ മിസ്സിന്റെ കോഴ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ കറണ്ട് അഫെയർസ് ആണ് അടിപൊളിയായിട്ട് ഒരുപാടുള്ള ഏരിയ ആണ്, ഓർത്തു വെക്കാൻ ഒരുപാടുള്ള ഏരിയ ആണ്. അപ്പൊ കോഡുകളൊക്കെ അടിപൊളിയായിട്ട് മിസ് സെറ്റ് ആക്കി തരും. മിസ് ഉണ്ടായിരിക്കും. ദെൻ എന്തൊക്കെയാണ് ഇനി
ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ്. കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എക്സ്പീരിയൻസ് ഫാക്കൽറ്റി, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്. ലൈവ് ക്ലാസ്സുകളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 2 hours ഓഫ് ഡെയിലി ക്ലാസ് ആണ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓൺലൈനായിട്ട് ആ ഒരു സമയം കാണുന്ന ആൾക്ക് ലൈവ് കാണാം, അല്ലെ സമയം ഇല്ലാത്ത ആളുകളാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്, അവർക്ക് റെക്കോർഡ് ക്ലാസ് കാണാം. പിന്നെ ക്ലാസ് നോട്ടുകൾ PDF ആയിട്ട് തന്നെ ആ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ബസ്സിൽ പോകുന്ന ഒരാളാണെങ്കിൽ പോലും PDF ജസ്റ്റ് നോക്കി ഇങ്ങനെ റിവൈസ് ചെയ്യാം. ഈ SSC എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് ടൈം ഏറ്റവും കുറഞ്ഞ ഒരു സമയത്തിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം സോൾവ് ചെയ്യാൻ വേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്, കണ്ട് പരിചയിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഏത് ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് കാണണം, ആ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ കാഴ്ചയിൽ അതിലൂടെ മെമ്മറിയിലേക്ക് എത്തണം. അതിനുള്ള ഏറ്റവും വലിയൊരു സൗകര്യമാണ് PDF ആയിട്ട് ക്ലാസ് നോട്ടുകൾ കിട്ടുക എന്നുള്ളത്. എപ്പോഴും നമുക്കത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇന്റൻസീവ് വർക്ക്ഔട്ട് സെഷൻ, ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഓരോ ടോപ്പിക് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ലാസ്സിന് എന്നെ തന്നെ നമ്മൾ ഓൾറെഡി ഇന്ന് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകും. ആൻഡ് നമ്മുടെ ക്ലാസ് കഴിയാറാവുമ്പോഴത്തേക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അതും അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലേ കൃത്യമായിട്ട് എക്സാമിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ അവൈലബിൾ ആണ്. ദെൻ റെഗുലർ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ, നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. അല്ലെങ്കിൽ ഓരോ ഫാക്കൽറ്റീസിനും ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവർക്ക് അത്രയും സമയം കിട്ടാണല്ലോ, 1 hour കംപ്ലീറ്റ് ആയിട്ട്. സോ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ ഈ റെഗുലർ ബാച്ചിന്റെ ഫീസ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. എത്രയായിരിക്കും സാർ ഫീസ്? എത്രയായിരിക്കും? 15. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. സോ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ഈ 12,000 രൂപ എന്നുള്ള രീതിയിൽ നിന്ന് വെട്ടിക്കുറച്ച് വെറും 6,000 രൂപ, 5,999 എന്നുള്ള ഒരു കോഴ്സ് ബഡ്ജറ്റിലാണ് നമ്മൾ ഈ കോഴ്സ് ഒരുക്കിയിരിക്കുന്നത്. സോ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5,999 റുപ്പീസ് ആണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ. ഒരു SSC ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, ഒരു കേന്ദ്ര സർക്കാർ ജോലി, എത്രമാത്രം ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പല ആസ്പിരൻസും ഇതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനം ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയാണ്. UPSCയുടെ തൊട്ട് താഴെ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലികളാണ്. അതെ, യെസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു SSC ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8714418777 എന്നുള്ള ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ, എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? അതെ, നമ്മൾ എക്സാം കഴിഞ്ഞ് ചൂടോടെ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മളൊരു തീരുമാനത്തിൽ എത്തിക്കണ്ടാവും എന്താ ചെയ്യേണ്ടത്. അപ്പൊ ചൂടോടെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകളുടെ ഭാഗമാവുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഈ ജേണിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ 1 year ആണ് നമ്മുടെ കോഴ്സിന്റെ 1 year ആണ് കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു ജേണിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ഒരു SSC ജോലിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന, സീരിയസ് ആയിട്ട് കാണുന്ന നിങ്ങളുടെ ലക്ഷ്യമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ജേണിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക, എത്രയും പെട്ടെന്ന് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം ഉടൻ തന്നെ സാധ്യമാവട്ടെ. സോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ, ഓൾ ദി ബെസ്റ്റ്. ബൈ.